ഹലോ ആൾ, ദിസ് ഇസ് സനൂപ് ഹിയർ. സോ വളരെ എക്സൈറ്റഡ് ആണ് ഇന്ന്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ പണ്ട് 2016 കൊച്ചി യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ MBA പഠിക്കുമ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ളവർക്കും എൻ്റെ ജൂനിയേഴ്സിനും ആയിട്ട് ഒരു പ്രസൻറ്റേഷൻ ചെയ്തിരുന്നു ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്സിനെ കുറിച്ച്. സോ ആ പ്രസൻറ്റേഷൻ എൻ്റെ പഴയ ഹാർഡ് ഡിസ്കിൽ നിന്ന് എനിക്ക് ഇന്ന് കിട്ടി. അപ്പോൾ ആ പ്രസൻറ്റേഷൻ ഞാൻ പുതിയതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക്, പുതിയതായിട്ട് വരാൻ താല്പര്യമുള്ളവർക്കും ആയിട്ട് ഞാനിത് പറഞ്ഞുതരാം. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ A to Z കംപ്ലീറ്റ് കവർ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു ക്യാപ്സ്യൂൾ മോഡലിലാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എൻ്റെ കുറച്ച് എക്സ്പീരിയൻസസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയുന്നവർ, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നവരൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് എക്സ്പീരിയൻസസ് ഒക്കെ കേൾക്കണമെങ്കിൽ ഈ വീഡിയോ കാണാം. അതുമാത്രമല്ല, ഇനി ഇത് ചെയ്യാത്ത ആളുകൾ അല്ലെങ്കിൽ ഓഹരി വിപണിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇനി എന്ത് ചെയ്യാൻ പറ്റുമെന്നും ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്ത് ചെയ്യാം. അപ്പോൾ കീപ് വാച്ചിങ്. പഴയ സ്ലൈഡാണ്, MBA FD എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ കുറിച്ച് എൻറ്റർ ചെയ്തത്, അഥവാ ഇതെങ്ങനെയാണ് അറിഞ്ഞത് എന്ന്. 2007 11th പഠിക്കുന്ന സമയമാണ്. 11th പഠിച്ചുകൊണ്ട സമയത്ത് TV-യിലൊക്കെ ഓഹരി വിപണി ലാഭത്തിൽ അവസാനിച്ചു, ഇത്ര പോയിന്റ് കയറി, നിഫ്റ്റി ഇത്ര പോയിന്റ് കയറി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എൻ്റെ ഫാദറെ അടുത്ത് ചോദിക്കും, ഇതെന്താ സംഭവം, മനസ്സിലാവുന്നില്ലല്ലോ, എങ്ങനെയാണ് ഈ പോയിന്റും കയറി ഇറങ്ങിയൊക്കെ ചെയ്യാം. അന്ന് ഫാദർ എനിക്ക് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, പക്ഷെ ഒന്നും മനസ്സിലായില്ല. പിന്നെ ഫാദർ എൻ്റെ അകത്ത് കൂടുതൽ അറിയണമെങ്കിൽ കൊമേഴ്സ് എടുക്കണമായിരുന്നു, കൊമേഴ്സിൽ ഈ സബ്ജക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അതോടെ അത് ജസ്റ്റ് ഒരു ദിവസം ഇങ്ങനെ ഒരു സംഭവം നടന്ന് ഞാനത് മറന്നുപോയി. അതിനുശേഷം ഞാൻ കൊമേഴ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ അടുത്ത് ചോദിച്ചു, എന്താണ് ഈ സ്റ്റോക്ക് മാർക്കറ്റ്, എനിക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചപ്പോൾ സംഭവം എല്ലാവർക്കും തിയറി അറിയാം, പക്ഷെ ആർക്കും ഡീപ്പായിട്ട് പറഞ്ഞു തന്നിട്ടില്ല. പറഞ്ഞ് തരാൻ അറിയില്ല, അതാണ് സത്യം പറഞ്ഞ. അപ്പോൾ ഞാൻ ഫാദറിൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിച്ചപ്പോൾ ഫാദർ പറഞ്ഞ്, എന്നൊരു കാര്യം ചെയ്യും, എൻ്റെ മുകളിൽ എൻ്റെ ഒരു ഫയൽ ഉണ്ട്, അത് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഫയൽ എടുത്തുകൊണ്ടുവന്ന് ആ ഫയലിൻ്റെ അകത്ത് ജസ്റ്റ് തുറന്നു നോക്കിയപ്പോൾ കുറേ പഴയ കമ്പനികളുടെ ഷെയർ സർട്ടിഫിക്കറ്റ്സും കൊട്ടക് സെക്യൂരിറ്റീസിലെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫാദർ പറഞ്ഞു, ഞാൻ പണ്ട് എടുത്തതാണ്, അന്ന് 95, 96 കാലഘട്ടങ്ങളിൽ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണ്, ഇതിൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നീ ജസ്റ്റ് ഒന്ന് പോയി ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ MG റോഡിലുള്ള കൊട്ടക് സെക്യൂരിറ്റീസ് 2009 ഓക്കെ, MG റോഡിലെ കൊട്ടക് സെക്യൂരിറ്റീസിൽ ഞാൻ ചെന്ന് ഫയൽസും കാര്യങ്ങളൊക്കെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു, അക്കൗണ്ട് ഡോർമെൻ്റ് ആണ്, ഇത്ര നാൾ ഉപയോഗിക്കാത്തതുകൊണ്ട്, പക്ഷേ ഇതിൻ്റെ അകത്ത് ഇത്ര ഷെയർസ് ഉണ്ട്, വേണമെങ്കിൽ പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തോ, പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഈ ഷെയർസൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് തരാം, നമുക്ക് സെല് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് കൊട്ടക്കിൽ ഒരു ട്രിനിറ്റി 3-in-1 അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് 2009-ലാണിത്. അന്ന് എഞ്ചിനീയറിംഗിൽ ജോയിൻ ചെയ്യുന്ന ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ അത് വെച്ചിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ അന്ന് ഫാദറിൻ്റെ പേരിലുള്ള കുറച്ച് ഷെയർസ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടി. ഒന്ന് ധനലക്ഷ്മി ബാങ്ക് 100 ഷെയർ, ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് 150 ഷെയർ, SR സ്റ്റീൽ 135 ഷെയർ, BPL ലിമിറ്റഡ് 100 ഷെയർ. ഈ 4 ഷെയർസാണ് എനിക്ക് ട്രാൻസ്ഫർ ചെയ്ത് കിട്ടിയത്. ഞാൻ ജസ്റ്റ് പറയണതാണ്, ധനലക്ഷ്മി ബാങ്ക് അന്ന് 100 ഷെയർ 2009 തന്നെ ഞാൻ വിറ്റു, 100 എണ്ണവും വിറ്റു, 220 രൂപയാണ് അന്ന്. ഫിനോലെക്സ് ഇൻഡസ്ട്രീസ് ഞാൻ അറൗണ്ട് 60 രൂപയ്ക്ക് 150 ഷെയറും വിറ്റു. SR സ്റ്റീല് ഡീലിസ്റ്റ് ചെയ്ത് പോയി എന്ന് വെച്ചാൽ കമ്പനി ഇപ്പോൾ ഇല്ല, അപ്പോൾ ഷെയറിൻ്റെ കയ്യിലുണ്ട്, പക്ഷെ വിൽക്കാൻ പറ്റില്ല. BPL ലിമിറ്റഡ് പല ആളുകൾക്കും അറിയായിരിക്കും. ഇപ്പോൾ പണ്ട് എൻ്റെ വീട്ടിലെ എല്ലാം എക്യുപ്മെൻറ്റ്സ്, ഇലക്ട്രോണിക്സ്, അതായത് TV, ഫ്രിഡ്ജ്, അതൊക്കെ BPLൻ്റെ ബ്രാൻഡായിരുന്നു. അന്നായിരുന്നു എനിക്ക് ഫാദർ പറഞ്ഞിട്ട് അറിയുന്നത്. BPL എന്ന് പറഞ്ഞാൽ പാലക്കാടുള്ളൊരു കമ്പനിയാണ്. BPL എന്ന് പറഞ്ഞിട്ടുള്ളൊരു റേഡിയോ വെച്ച് ഉണ്ടാക്കി തുടങ്ങിയൊരു കമ്പനിയാണ്. അപ്പോൾ അന്ന് 94 ആ സമയത്തൊക്കെ ഫാദറും കുറേ ഫ്രണ്ട്സൊക്കെ കൂടെ ക്യൂ നിന്ന്, അത്ര റഷായിരുന്നു BPLൻ്റെ ഷെയർ എടുക്കാനായിട്ട്. എന്നാൽ ഇന്ന് ആ കമ്പനി ഇല്ല. സോ ഇതായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ. അപ്പോൾ ബേസിക് എന്താണ് ഈ ഷെയർ, അഥവാ എന്താണ് ഈ ഓഹരി എന്ന് പറഞ്ഞാൽ, ഒരു കമ്പനിയുടെ മൊത്തം ക്യാപിറ്റൽ, ആ കമ്പനിയുടെ അസറ്റ്സ് ഷെയർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുക. ഷെയർ എന്ന് വെച്ചാൽ ഓരോ ഓഹരിയാണ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു ഓഹരി ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഓഹരിയുടെ മൂല്യമുള്ള, അതിൻ്റെ ഫേസ് വാല്യൂ എന്ന് പറയും, ആ മൂല്യമുള്ളതിൻ്റെ അവകാശം എനിക്ക് ആ കമ്പനിയിൽ ഉണ്ട്. ഇപ്പോൾ ഈ പിക്ചർ നമുക്ക് കാണാൻ പറ്റും. ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 4 ഇതുണ്ടെങ്കിൽ ഒരു ഓഹരി എന്ന് പറയുന്നത് അത് സ്പ്ലിറ്റ് ചെയ്യുമ്പോഴാണ് ഒരു ഓഹരി വരുന്നത്. അപ്പോൾ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ, അഥവാ ആ കമ്പനിയുടെ ഓഹരി കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ
കമ്പനിയിൽ ആ എത്ര എമൗണ്ട് ഓഫ് ഓഹരി ഉണ്ട് അത്രയും അവകാശം നമുക്ക് ആ കമ്പനിയിൽ ഉണ്ടെന്നാണ്. പക്ഷെ നമ്മൾ എത്ര ഷെയർ വാങ്ങിച്ചാലും നമ്മളെ പോലത്തെ റീറ്റെയിൽ ചെറിയ ആൾക്കാർ എത്ര ഷെയർ വാങ്ങിച്ചാലും എപ്പോഴും നമ്മൾ കമ്പനിയിൽ ചെറിയ ഓണേഴ്സ് ആയിരിക്കും. വലിയ അത്ര പെർസെൻറ്റേജ് ഉണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു കമ്പനി റൂൾ ചെയ്യണമെങ്കിൽ ആ കമ്പനിയുടെ മാക്സിമം മെജോറിറ്റി ഷെയർസ് കൈവശം വേണം. അപ്പോൾ 51% ഷെയർസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനി റൂൾ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ അത് കുറവാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളവരുടെ സപ്പോർട്ട് വേണം. അങ്ങനെയാണ് ഷെയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് വന്നത്. ഇന്ന് അത് 2016 ചെയ്തതാണ്. അന്ന് വണ്ടർല, നമ്മുടെ വി-ഗാർഡ് ഗ്രൂപ്പിന്റെ കൊച്ചൗസേപ്പ് ചിത്തലപ്പള്ളിയുടെ വണ്ടർലയുടെ ഷെയർ കൊടുത്ത കൊല്ലമാണ് 2016 എന്ന് പറയുന്നത്. അന്ന് 160 കോടി രൂപയ്ക്കുള്ള ഓഹരിയായിരുന്നു കൊടുത്തിരുന്നത്. ഓക്കെ, 46.6 കോടി ഷെയറിന് ഉള്ള അപേക്ഷകൾ വന്നു. അത് കൂടെ 1.25 കോടി ഷെയറേ ഉണ്ടായിരുന്നുള്ളൂ. പ്രൈസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ 115 തൊട്ട് 125 രൂപ വരെ ഇരുന്ന് വില ഇട്ടിരുന്നത് ഓഹരിക്ക്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, കണ്ടമാനം ആളുകൾ ഈ ഓഹരിക്ക് റിക്വസ്റ്റ് ചെയ്തു. കുറേ പേർക്ക് കിട്ടി. ഞാനൊന്ന് അപ്ലൈ ചെയ്തിരുന്നു, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അന്ന് 125 രൂപയ്ക്കായിരുന്നു കൊടുത്തിരുന്നത്. നമുക്ക് ഇന്നത്തെ വില ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. നമുക്ക് ഷെയറിന്റെ വില അറിയണമെങ്കിൽ ഷെയറിന്റെ കമ്പനിയുടെ പേര് സ്പേസ് NSE എന്ന് അടിച്ചാൽ മതി. NSE എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ പേരാണ്. അപ്പം അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഷെയറിന്റെ വില കിട്ടും. 138 രൂപയാണ് ഇപ്പോഴത്തെ ഷെയറിന്റെ വില. 2016 ഷെയർ കൊടുത്തത് 125 രൂപയ്ക്ക്. എന്നാൽ അതിന്റെ ഇടയിൽ ഈ ഷെയർ 200 രൂപയ്ക്ക് ആയിട്ടുണ്ട്, 200-220 രൂപയ്ക്ക് ആയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഒരു നല്ല സമയമല്ല. അപ്പോൾ ഷെയറിന്റെ വില എന്ന് പറഞ്ഞാൽ 130 രൂപയാണ്. ഇപ്പം ഇത് പണ്ട് ഷെയർസ് എന്ന് പറഞ്ഞാൽ ടെക്നോളജി ഒന്നും ഇല്ലാത്ത സമയത്ത് ഷെയർ സർട്ടിഫിക്കറ്റ്സ് ആയിരുന്നു. നമ്മൾ ഷെയറിന് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പണ്ട് വലിയൊരു ഫോമൊക്കെ എഴുതി കൊടുക്കണം. ന്യൂസ് പേപ്പറിൻ്റെ അത്രയുള്ള ഫോമൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞ് അതിൻ്റെ അത് ബായുള്ളവർക്ക് മാത്രമാണ് ഷെയർ അലോട്ട് ചെയ്യുള്ളൂ. ഷെയർ അലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് ഷെയർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. ഇപ്പം നമുക്ക് ടെസ്ല എന്ന് പറഞ്ഞ കമ്പനിയുടെ ഷെയർ സർട്ടിഫിക്കറ്റ് കാണാം. നമ്മുടെ പേരൊക്കെ കാണാൻ പറ്റും, പാൻ നമ്പർ കാണാൻ പറ്റും. എന്നിട്ട് ഇത്ര ഷെയർ ഈ കമ്പനിയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു ഷെയർ സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷെ ഇപ്പോൾ ഓൺലൈൻ വന്ന സ്ഥിതിക്ക് ഷെയർസ് ഒക്കെ ഡിമാറ്റ് ചെയ്തിരിക്കും. ഡിമാറ്റ് എന്ന് പറഞ്ഞാൽ ഡീമെറ്റീരിയലൈസ്, സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല. സർട്ടിഫിക്കറ്റ് ഒക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഇലക്ട്രോണിക് ഫോമിൽ നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് തരികയാണ് ചെയ്യുക. നമ്മളൊരു കമ്പനിയിൽ ഷെയർ ഹോൾഡർ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലും ആ കമ്പനി കയറി ചെന്ന് അങ്ങനെ വേണം ഇങ്ങനെ വേണമെന്നൊന്നും പറയാൻ പറ്റുന്നൊന്നും ഇല്ല. ഓക്കെ, ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ ഷെയർ ഹോൾഡർ, അത്രയേ ഉള്ളൂ. ഇനി കമ്പനിയിൽ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഒരു സീറ്റൊക്കെ വേണമെങ്കിൽ അത്ര അധികം ഷെയർസ് കയ്യിൽ വേണം. 2 ടൈപ്പാണ് നമ്മുടെ ഫണ്ട് റേസിങ്ങിനായിട്ടുള്ളത്. ഒന്ന് ഡെറ്റ് എന്ന് പറഞ്ഞാൽ കടം, പിന്നെ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഷെയർ. അപ്പോൾ ഒരു കമ്പനി എങ്ങനെയാണ് ഷെയർ ഇഷ്യൂ ചെയ്യാം എന്ന് പറഞ്ഞാൽ, നമ്മളെപ്പോഴും ആലോചിക്കുക എന്തിനാണ് ഈ കമ്പനി തുടങ്ങിയ ആൾക്കാർ സ്വന്തം ഉണ്ടാക്കുന്ന ലാഭം ഉണ്ടല്ലോ അത് സ്വന്തം എടുക്കാതെ അത് മറ്റുള്ളവർക്ക് ഓഹരി കൊടുത്തിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാറ്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ, ഡെറ്റ് നമുക്ക് ഒരു കമ്പനിക്ക് വലുതാവാനായിട്ട് അല്ലെങ്കിൽ കമ്പനിയിൽ ബിസിനസ് ചെയ്യാനായിട്ടുള്ള ആവശ്യം ഉണ്ടെങ്കിൽ കമ്പനിക്ക് 2 രീതിയിൽ പൈസ സ്വീകരിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ കടം, ബാങ്കുകളിൽ നിന്ന് കടം എടുക്കാം. 2 എന്ന് പറഞ്ഞാൽ ഷെയർ ഇഷ്യൂ ചെയ്യാം. കടം എടുക്കുന്നതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കമ്പനി നഷ്ടമാണെങ്കിൽ നമുക്ക് എന്തായാലും ഇൻട്രസ്റ്റ് പേ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കുറച്ച് പാടുള്ളൊരു കാര്യമാണ്. എല്ലാ കമ്പനിക്കും അത് പ്രോഫിറ്റബിൾ ആയിരിക്കില്ല. പക്ഷേ ഷെയർ കൊടുക്കുകയാണെങ്കിൽ ഷെയർ കൊടുത്തു കഴിഞ്ഞാൽ കമ്പനിക്ക് ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും അത് നമ്മുടെ ഈ ഷെയർ എടുത്ത ആൾക്കാരുടെ റിസ്ക്കാണ്. കമ്പനിക്ക് വലിയ റിസ്ക് ഇല്ല. അപ്പോൾ ഒരു നല്ല രീതിയായിട്ട് ചെയ്യുന്ന ഒരു കമ്പനി ആണെങ്കിൽ, എപ്പോഴും നല്ല പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ കടം വാങ്ങിച്ചിട്ട് ബാങ്കുകളിൽ നിന്ന് കടം വാങ്ങിച്ചിട്ട് ബിസിനസ് ചെയ്യും. കടം വാങ്ങിച്ച എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, ഒരു ഫിക്സഡ് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി. ബാക്കി എത്ര ലാഭം കിട്ടിയാലും അത് അവർക്ക് കയ്യിൽ വെക്കാം. പക്ഷേ ഷെയർ ആണ് കൊടുത്തിട്ടാണ് പൈസ റേസ് ചെയ്യണമെങ്കിൽ കമ്പനി എത്രയോ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അത് ഡിവൈഡ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കണം. ഈ 2 ടൈപ്പ് ഷെയർസ് ഉണ്ട്. ഒന്ന് കോമൺ ഷെയർസ് ഉണ്ട്, പിന്നെ ഒന്ന് പ്രിഫേർഡ് ഷെയർസ് ഉണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. പിന്നെ എന്തുകൊണ്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് അതോ ഓഹരി വിപണി തുടങ്ങിയത് എന്നുള്ള കാര്യം. പണ്ട് ഷെയർ സർട്ടിഫിക്കറ്റ് ഉള്ള സമയത്ത് ഞാനൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്ന് പൈസയ്ക്ക് ആവശ്യം വന്നാൽ ഞാൻ ആ ഷെയർ സർട്ടിഫിക്കറ്റ് ആയിട്ട് ചെന്ന് എൻ്റെ ബ്രോക്കറെ അടുത്ത് ചെല്ലും. ബ്രോക്കർ പണ്ട് ട്രേഡ് ഫ്ലോർ എന്ന് പറയും. ട്രേഡ് ഫ്ലോർ, ഒരു എക്സ്ചേഞ്ചിൽ ട്രേഡ് ഫ്ലോറിൽ ചെന്ന് ഒച്ചയിൽ വിളിച്ച് പറയും,
ഇന്ന ഷെയർ വിൽക്കാനുണ്ട്, ഇതാണ് വില, ആരെങ്കിലും വേണോ എന്ന് ഒച്ചയെ വിളിച്ച് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ബയർ ഉണ്ടെങ്കിൽ ആ ബ്രോക്കറായിട്ട് മുട്ടിയിട്ട് ആ ഷെയർ വിറ്റിട്ട് ആ പൈസ എടുത്തിട്ടാണ് നമുക്ക് തന്നിരുന്നത്. ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ടുവന്നത്. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റക്ക് ആവാൻ പാടില്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിലും അതിൽ നിന്ന് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാൻ പറ്റണം. അതിനാണ് സ്റ്റോക്ക് മാർക്കറ്റ് കൊണ്ടുവന്നത്. പണ്ട് ട്രേഡ് ഫ്ലോറിൽ ചെന്നിട്ടാണ് ഷെയർ ട്രേഡ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എല്ലാം ഓൺലൈനാണ്. 2 എക്സ്ചേഞ്ച് ഉണ്ട്. എക്സ്ചേഞ്ച് ത്രൂ ആണ് ഷെയർസൊക്കെ ബൈയും സെല്ലിംഗ് ഒക്കെ നടക്കുന്നത്. വളരെ എളുപ്പമാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഷെയർ വാങ്ങിക്കാം, എപ്പോൾ വേണമെങ്കിലും വിൽക്കാം, പൈസ കയ്യിൽ വെക്കും. ലിക്വിഡാണ്. ലിക്വിഡിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കൊരു നല്ല സമയമല്ല. കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പേർക്ക് ജോലിയില്ല, കുറേ പേർക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നില്ല. എന്നാൽ സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോഴും അത് ഓപ്പൺ ആണ്. അപ്പോൾ പൈസയ്ക്ക് പെട്ടെന്ന് ആവശ്യമുണ്ടെങ്കിൽ ആ ഷെയറൊക്കെ വിറ്റിട്ട് നമുക്ക് പൈസ കയ്യിലേക്ക് എടുക്കാം. പിന്നെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ വേറെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിന്റെ സ്റ്റോക്ക് മാർക്കറ്റ് കുതിക്കുമ്പോഴാണ് ആ രാജ്യത്തിന്റെ എക്കണോമി നല്ലൊരു സ്ഥിതിയിലേക്ക് പോകാമെന്ന് ആളുകൾ പറയാം. അപ്പോൾ എങ്ങനെയാണ് സ്റ്റോക്ക് മാർക്കറ്റ് നീങ്ങുക? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. ഞാൻ പറഞ്ഞ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ 2 എക്സ്ചേഞ്ചും കണക്ട് ചെയ്തിരിക്കുന്ന ബ്രോക്കേഴ്സ് ആയിട്ടാണ്. ബ്രോക്കേഴ്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ജിയോജിത്ത്, ഷെയർഖാൻ, അപ്സ്റ്റോക്സ്, ഏഞ്ചൽ ബ്രോക്കിംഗ്, അതേപോലെ തന്നെ സെറോദ, അങ്ങനത്തെ കുറേ ബ്രോക്കേഴ്സ് ഉണ്ട്. ബാങ്ക്സ് ബ്രോക്കേഴ്സ്, HDFC, ICICI ഒക്കെ ബ്രോക്കേഴ്സ്. അപ്പോൾ ഞാനാണ് ഒരു ഷെയർ പർച്ചേസർ ഉണ്ടെങ്കിൽ ഞാനൊരു ഷെയർ വാങ്ങിക്കാനായിട്ട് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓർഡർ ബ്രോക്കർ എടുത്തിട്ട് എക്സ്ചേഞ്ചിലേക്ക് വിടും. അതേപോലെ തന്നെ ആ ഷെയർ വിൽക്കാൻ ഒരാളുണ്ടെങ്കിൽ ആ ഷെയർ വിൽക്കണം എന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രോക്കർ അത് എക്സ്ചേഞ്ചിലേക്ക് വിടും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ് ഈ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്തിട്ട് ട്രേഡ് നടക്കാം. ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ പല ടൈപ്പ് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഒന്ന് നമ്മളെ പോലത്തെ ചെറിയ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, പിന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, വലിയ ബാങ്ക്സും ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസും, അതേപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. പുറം രാജ്യങ്ങളിൽ ഇങ്ങനത്തെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനീസും കാര്യങ്ങളൊക്കെയാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കുറേ പേരുടെ ഒരു വിചാരമുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്പെക്കുലേറ്റ് ചെയ്ത് എപ്പോഴും രാവിലെ വാങ്ങിച്ച് പപ്പ തന്നെ വിറ്റ് അങ്ങനെ ഇൻട്രാഡേ ട്രേഡിങ്ങിലൂടെ കുറേ പൈസ ഉണ്ടാക്കാം എന്നുള്ളൊരു വിചാരമുണ്ട്. ഉണ്ടാക്കാൻ പറ്റും, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ പൈസ ഉണ്ടാക്കുന്നത് പോലെ തന്നെ അത് പോകാനും ചാൻസ് ഉണ്ട്. സോ പുതിയതായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഒരിക്കലും ഷെയർ മാർക്കറ്റിൽ സ്പെക്കുലേറ്റ് ചെയ്യാനായിട്ട് ഒരു അക്കൗണ്ട് എടുത്തിട്ട് ട്രേഡ് ചെയ്ത് ആദ്യം ചെയ്യേണ്ടതും ഏറ്റവും കൂടുതൽ പൈസ അഥവാ വെൽത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അത് ഒരു ഡൗട്ടും വേണ്ട. പണ്ടൊക്കെ കുറേ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്ത് മറന്ന ആൾക്കാരാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വെൽത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അല്ലാതെ ഡെയിലി ട്രേഡ് ചെയ്യുന്ന ആളുകളല്ല വെൽത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞ സാധനം അവോയ്ഡ് ചെയ്യാം. സ്പെക്കുലേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, വെറുതെ ഇങ്ങനെ നോക്കിക്കോ, ഈ ഷെയർ വില കൂടുന്നുള്ള രീതിയിൽ പെട്ടെന്ന് അങ്ങോട്ട് വാങ്ങിക്കും, അതേപോലെ തന്നെ വില കുറയുന്നുള്ളപ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് സെല് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സ്പെക്കുലേറ്റ് ചെയ്യാതിരിക്കുക. കാരണം സ്പെക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഒരു ദിവസം പെട്ടെന്ന് ചിലപ്പോൾ ഇൻട്രാഡേ ഒക്കെ ചെയ്ത് ലാഭം ഉണ്ടാക്കാം. പക്ഷെ അത് അടുത്ത ദിവസം നഷ്ടവും. നമുക്ക് മാക്സിമം ഇതിൻ്റെ അകത്ത് ഫുൾ ടൈം ചെയ്യാത്തവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ സമയം അങ്ങനെ ഒരുപാട് പോകും. അപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണ് വെൽത്ത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള മൃഗങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ബുള്ള്, ബെയർ. കരടി, ബുള്ള്, പിന്നെ ബെയർ. 4 ടൈപ്പ് മൃഗങ്ങളാണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്. ഒന്ന് ബുള്ളെന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് എപ്പോഴും മുകളിലേക്ക് തിങ്ക് ചെയ്യുന്ന ആളുകളാണ് ബുൾസ് എന്ന് പറയുന്നത്. കാള. ബുൾസ് എന്ന് പറഞ്ഞ ആൾക്കാർ എപ്പോഴും ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും. സ്റ്റോക്ക് മാർക്കറ്റ് എന്നും മുകളിലേക്ക് പോകുന്ന വിചാരിക്കുന്ന ആളുകളാണ്. പിന്നെ ഉള്ളത് ബെയർ എന്ന് പറഞ്ഞാൽ കരടികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പെസിമിസ്റ്റിക് ആയിരിക്കും. എപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുന്ന ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതാണ് ബെയർ. അപ്പം മെയിൻലി 2 ആനിമൽസ് ആണ് സ്റ്റോക്ക് മാർക്കറ്റിലുള്ളത്, ബുൾസ് ആൻഡ് ബെയർസ്. പിന്നെ ഉള്ളത് പിഗ്സ് ഉണ്ട്. ഓക്കെ, പിഗ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. ബുൾസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ബെയർ എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴും പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. പിഗ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ കുറേ ട്രേഡൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് അവർ ഇല്ലാതെ ഇരിക്കും. അതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ മൃഗങ്ങൾ. പിന്നെ ബ്രോക്കേഴ്സ്. നമ്മൾ ഒരു സ്റ്റോക്കിൽ ഒരു ഷെയർ വാങ്ങിക്കണമെങ്കിൽ നമുക്ക്
ബ്രോക്കറിൻ്റെ അടിയിൽ ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് വേണം. അപ്പം അങ്ങനെ കുറേ ലീഡിംഗ് ബ്രോക്കേഴ്സ് ഉണ്ട്. ICICI ഡയറക്റ്റ്, റെലിഗെയർ, മോട്ടിലാൽ ഓസ്വാൾ, ഷെയർഖാൻ, ജിയോജിത്ത്, അപ്സ്റ്റോക്സ്. ഇത് ഞാൻ 2016 ഉണ്ടാക്കിയ സ്ലൈഡാണ്. അപ്പോൾ കുറേ ഇപ്പോഴത്തെ ലീഡിംഗ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇതൊന്നും ചെയ്തിട്ടില്ല. ഇവരുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 എക്സ്ചേഞ്ച് ഉണ്ട്. ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, പിന്നെ ഒന്ന് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഇത് രണ്ടുമാണ് എക്സ്ചേഞ്ച്. നമുക്ക് ഏത് ഷെയർ വാങ്ങിക്കണമെങ്കിൽ ഏത് എക്സ്ചേഞ്ചിൽ വേണമെങ്കിൽ നമുക്ക് ഓർഡർ കൊടുക്കാം. അപ്പോൾ ഈ ഓർഡർ കൊടുക്കുന്നത് നമ്മുടെ ബ്രോക്കർ ഈ എക്സ്ചേഞ്ച് ത്രൂ ആണ് ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാച്ച് ചെയ്തിട്ട് നമുക്ക് ആ ഷെയർ ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ പറ്റാം. പിന്നെ എല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്, ബിഗിനേഴ്സിന് പ്രത്യേകിച്ച്, എങ്ങനെയാണ് ഷെയറിൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യാം. ഷെയറിൻ്റെ വില മാത്രമല്ല, ലോകത്തുള്ള എന്ത് സാധനത്തിൻ്റെ വിലയും കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ചിട്ടാണ്. വാങ്ങാൻ ആളുകളുണ്ടെങ്കിൽ വില കൂടും. സപ്ലൈ കുറവാണ്. കുറച്ച് സാധനങ്ങൾക്ക് വാങ്ങാൻ ഒരുപാട് ആളുകളുണ്ടെങ്കിൽ വില കൂടും. കുറേ ഐറ്റംസ് ഉണ്ട്, വാങ്ങാൻ കുറച്ച് ആളുകളുണ്ടെങ്കിൽ വില കുറയും. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഷെയറിൻ്റെ വില കൂടുന്നത് ആളുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ വില കുറയുമ്പോൾ വിറ്റുകൊണ്ടിരിക്കുക. എന്തിനാണ് ആൾക്കാർ ആ ഷെയർ വാങ്ങിക്കുന്നത്? ആ ഷെയർ നല്ലതായതുകൊണ്ട്, അവർക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നതുകൊണ്ടാണ്. അത് കാരണമാണ് ആളുകൾ ഷെയർ വാങ്ങിക്കുന്നത്. എന്തുകൊണ്ടാണ് ആളുകൾ ഷെയർ വിൽക്കുന്നതെന്ന് വെച്ചാൽ അത് അവർക്ക് അതിനെ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അല്ലെങ്കിൽ മാർക്കറ്റ് കണ്ടീഷനൊക്കെ വളരെ മോശമാണ്. ഇപ്പോൾ കൊറോണ, അങ്ങനത്തെ കുറേ റീസൺസ് ഉണ്ട്. പെട്ടെന്ന് പൈസ വേണം, അല്ലെങ്കിൽ ആ കമ്പനി എന്തെങ്കിലും ഫ്രോഡ് നടന്ന്. ഇപ്പോൾ യെസ് ബാങ്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ 700 രൂപ എന്നുള്ള ഷെയർ ആയിരുന്നു 5 രൂപ വരെ എത്തി, ഇപ്പോൾ 20 രൂപയിൽ നിൽക്കുന്നു. അപ്പോൾ അത് അങ്ങനെയാണ് പ്രൈസ് മൂവ്മെൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റിൽ നടക്കുന്നത്. ഇപ്പോൾ MRFൻ്റെ 2016 5th മാർച്ചിനുള്ള വിലയാണ് ഞാൻ ഇതിൻ്റെ അകത്ത് കാണുന്നത്. നമുക്ക് ഇന്നത്തെ വില നോക്കാം. അന്ന് 41,606 ഏറ്റവും കൂടുതൽ വിലയുള്ള ഷെയറാണ് MRFൻ്റെ ഷെയർ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ. ഇന്നത്തെ വില എന്ന് പറയുന്നത് 55,250 ആണ്. ഏകദേശം 68 നമുക്ക് ഹൈ നോക്കുകയാണെങ്കിൽ 68,000 റുപ്പീസോളം സ്റ്റോക്കിൽ വില വന്നത്. 78,000 റുപ്പീസോളം ഹൈ പോയിട്ടുണ്ട് MRFൻ്റെ ഷെയർ. സോ ഇപ്പോൾ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഷെയറാണ് MRF. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സ്ലൈഡ് വെച്ചത്. അടുത്തത്, നമ്മളെന്നും ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, എങ്ങനെയാണ് സെൻസെക്സ് അഥവാ നിഫ്റ്റി ഇത്ര പോയിന്റിൽ അവസാനിച്ചു? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? 200 പോയിന്റ് കയറി, 300 പോയിന്റ് കയറി. സെൻസെക്സ് ആയാലും നിഫ്റ്റി ആയാലും അതിൽ ഏകദേശം നിഫ്റ്റിയിലാണെങ്കിൽ 50 ഷെയറിൻ്റെ വിലയുടെ വ്യത്യാസം വരുമ്പോൾ ആ 50 ഷെയറിന് നമ്മുടെ ഈ നിഫ്റ്റി എന്നുള്ളൊരു ഇൻഡെക്സിൽ വെയിറ്റേജ് ഉണ്ട്. ആ വെയിറ്റേജിനനുസരിച്ചിട്ടാണ് നിഫ്റ്റി ഇത്രയും പോയിന്റ്സ് കയറി ഇത്രയും പോയിന്റ്സ് ഇറങ്ങി എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുമ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഏറ്റവും കൂടുതൽ വെയിറ്റേജുള്ള ഓഹരിയാണ്, 13.10 ആണ്. ഇപ്പോൾ റിലയൻസിന് 1 രൂപ കയറിയാൽ നിഫ്റ്റിയിൽ ഇത്ര പോയിന്റ് കയറും. അങ്ങനെ 50 കമ്പനീസ് ഉണ്ട്. 50 കമ്പനീസിൻ്റെ മൂവ്മെൻറ്റ് വെച്ച് മാത്രമാണ് നിഫ്റ്റി എന്നുള്ള സൂചിക കുറയുകയും കൂടുകയും ചെയ്യാം. ഈ 50 കമ്പനീസ് എങ്ങനെ സെലക്ട് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർസ്, ഓഹരി വിപണിയിലുള്ള നമ്പർ ഓഫ് ഷെയർസ് ഇൻറ്റു ആ ഷെയറിൻ്റെ വില. ആ ഒരു വലിയൊരു എമൗണ്ട് വരും. ആ എമൗണ്ട് ഏറ്റവും കൂടുതലുള്ള ടോപ്പിലുള്ള 50 കമ്പനീസാണ് ഇൻഡെക്സ് ഇത് ചെയ്യുന്നത്. ഇനി ഒരു കമ്പനി കുറഞ്ഞ് താഴെ പോവുകയാണെങ്കിൽ ഇൻഡെക്സിൽ നിന്ന് പിടിച്ച് പുറത്താക്കിയിട്ട് വേറൊരു കമ്പനി അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യും. ഇതിൻ്റെ അകത്ത് കാണാം TCS 2.25, ICICI Bank 7.67, അങ്ങനെ ഒരു വെയിറ്റേജ് ഉണ്ടാവും. ഇനി ഡെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ബാങ്കിൽ നമ്മൾ പൈസ ഇടുന്നത് ബാങ്ക് അക്കൗണ്ടിലാണ്. ഇപ്പോൾ ഒരു ബാങ്കിൽ ചെല്ലുന്നു, ICICI ബാങ്കിൽ ചെല്ലുന്നു, ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നു, സേവിങ്സ് അക്കൗണ്ട് തുടങ്ങുന്നു, പൈസ ഇടുന്നു. അതേപോലെ തന്നെ ഞാൻ പണ്ട് ഷെയർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു, എന്നാൽ ഇപ്പോൾ ഡിമാറ്റ് ചെയ്തു എന്ന് വെച്ചാൽ ഇതൊരു ഇലക്ട്രോണിക് ഫോമിലാക്കി ഡിമാറ്റ് അക്കൗണ്ടിലേക്കാണ് ഷെയർ ക്രെഡിറ്റ് ചെയ്യുന്നത്. ഡിമാറ്റ് അക്കൗണ്ടിൽ ഷെയർ ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അത് ബാങ്ക്സ് പോലെ കീപ്പ് ചെയ്യുന്ന ഏജൻസിക്കാണ് ഡെപ്പോസിറ്ററി എന്ന് പറയുന്നത്. 2 ഡെപ്പോസിറ്ററിയാണ് ഇന്ത്യയിൽ മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് NSDL അഥവാ നാഷണൽ സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, പിന്നെ ഒന്ന് CDSL അഥവാ സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ് ലിമിറ്റഡ്. ഈ ഡെപ്പോസിറ്ററിയിലായിരിക്കും നമ്മുടെ എല്ലാവരുടെയും ഡിമാറ്റ് അക്കൗണ്ട്. ഈ ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങി തരുന്നത് ബ്രോക്കേഴ്സാണ്. ഷെയർഖാൻ, ജിയോജിത്ത്, അപ്സ്റ്റോക്സ്, സെറോദ, അങ്ങനത്തെ ബ്രോക്കേഴ്സ്. ഇനി ബിഗിനേഴ്സിന് അറിയേണ്ട കാര്യം, എങ്ങനെയാണ് നമ്മൾ
ഒരു ഓഹരി വാങ്ങിക്കുന്നത്. ഓഹരി വാങ്ങിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഒരു ഡിമാറ്റ് അക്കൗണ്ടും വേണം, പിന്നെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടും വേണം. ബാങ്ക് അക്കൗണ്ട് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ഓഹരി വിപണിയിലുള്ള സെക്ടറൽ ഇൻഡസസ്. റിയാലിറ്റി സെക്ടറിലുള്ള കമ്പനീസ് ഉണ്ട്, PSU സെക്ടർ ഉണ്ട്, ഓട്ടോ ഉണ്ട്, പവർ ഉണ്ട്, കൺസ്യൂമർ ഡ്യൂറബിൾസ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, FMCG ഉണ്ട്. FMCG എന്ന് വെച്ചാൽ ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ്. അതേപോലെ തന്നെ ഈ ITC അങ്ങനത്തെ കമ്പനീസ് അതിൻ്റെ അകത്ത് വരാം, ക്യാപിറ്റൽ ഗുഡ്സ്, IT, അങ്ങനെ പല സെക്ടേഴ്സും ഉണ്ട്. ഈ 2 ടൈപ്പ് ട്രേഡിംഗ് ഉണ്ട്. ഓക്കെ, ഇൻട്രാഡേ ട്രേഡിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഡെലിവറി ബേസ്ഡ് ട്രേഡിംഗ് ഉണ്ട്. ഇൻട്രാഡേ എന്ന് ചോദിച്ചാൽ ഇന്ന് രാവിലെ വാങ്ങിച്ച് ഇന്ന് രാവിലെ വിൽക്കുക, അല്ലെങ്കിൽ ഇന്ന് രാവിലെ വിറ്റ് ഇന്ന് തന്നെ വാങ്ങിക്കുക. ഇൻട്രാഡേ ഒരു ദിവസത്തിൽ സംഭവിക്കുന്ന ട്രേഡിങ്ങിനാണ് ഇൻട്രാഡേ എന്ന് പറയുന്നത്. ഡെലിവറി ബേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഷെയർ വാങ്ങിക്കുന്നു, നാളെ വിൽക്കുന്നു, അല്ലെങ്കിൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഷെയർ നമ്മുടെ കൈവശം വന്നതിന് ശേഷം എപ്പോഴെങ്കിലും വിൽക്കുന്നതിനാണ് ഡെലിവറി ട്രേഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ഷെയറിൽ യൂഷ്വലി കുറച്ച് കാര്യങ്ങൾ നടക്കും, അഥവാ കുറച്ച് ആക്ഷൻസ് ഷെയർസിൽ നടക്കും. ഉദാഹരണത്തിന് ബോണസ് ഷെയർസ്. ഒരു കമ്പനിയിൽ 100 ഷെയർ ഉണ്ടെങ്കിൽ ആ കമ്പനി നല്ല ലാഭം ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഷെയറിൻ്റെ കൂടെ ഒരു ഷെയർ ഫ്രീ തരും. അതിനാണ് ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. യൂഷ്വലി കമ്പനി കുറേ പ്രോഫിറ്റ് ഉണ്ടാക്കി ആ പ്രോഫിറ്റ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം ഷെയർ ആയിട്ട് കൊടുക്കും. പക്ഷേ നമുക്ക് 100 രൂപയുടെ ഷെയറാണ് നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമുക്ക് ബോണസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഷെയറിൻ്റെ വില ഏകദേശം പകുതിയോളം ആവും. അപ്പോൾ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നില്ല. പിന്നെ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി ഒരു കമ്പനിയുടെ ഷെയറിൻ്റെ വില വളരെ കൂടുതലാണെങ്കിൽ അത് ചെറിയ ആളുകൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കമ്പനി അതിൻ്റെ മുഖവില ചെറുതാക്കും. 1:5 സ്പ്ലിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയർ 5 ആക്കി ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ 10 രൂപയുടെ ഷെയർ 2 രൂപയാക്കുമ്പോൾ 5 ഷെയർ ആവും. ഇപ്പോൾ 10 രൂപയുടെ ഫേസ് വാല്യൂ ഉള്ള ഷെയർ 100 രൂപയാണെങ്കിൽ അത് 2 രൂപയാക്കുമ്പോൾ ഏകദേശം ഒരു ഷെയറിന് 20 രൂപയാവും. അപ്പോൾ ഇത് ചെറുതാക്കുമ്പോൾ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ ചെറിയ ഇൻവെസ്റ്റേഴ്സിനൊക്കെ അത് ബൈ ചെയ്യാൻ പറ്റും. പിന്നെ റൈറ്റ്സ് ഇഷ്യൂ എന്ന് ചോദിച്ചാൽ ഓൾറെഡി എനിക്കൊരു കമ്പനിയുടെ ഷെയർ ഉണ്ടെങ്കിൽ എനിക്ക് ആ കമ്പനിയുടെ ഷെയർ വില കുറച്ച് കമ്പനി ആദ്യം തന്നെ എനിക്ക് തരും. ഓക്കെ, കൂടുതൽ പൈസ റേസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബൈബാക്ക് ഓഫ് ഷെയർസ്. ബൈബാക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷെയറിൻ്റെ വില വളരെ താഴെ പോയി, അഥവാ കമ്പനിക്ക് കൂടുതൽ ഓഹരി വേണം, കമ്പനിയുടെ മുതലാളിമാർക്ക് കൂടുതൽ ഓഹരി വേണം, കുറേ പവറിന് വേണ്ടിയിട്ടും കുറച്ച് ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ കമ്പനിയുടെ മുതലാളിമാർ ബൈബാക്ക് ഓഫർ കൊടുക്കും. ബൈബാക്ക് എന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ ആ കമ്പനിയുടെ ഷെയർ ഉണ്ടെങ്കിൽ കൂടിയ വിലയ്ക്ക് ഈ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് അത് തിരിച്ചു വാങ്ങിക്കും. പിന്നെ ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ബിഗിനേഴ്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം യൂഷ്വലി ഞാൻ പറയുന്ന പോലെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഒരു ദിവസം ആ കുട്ടിക്ക് മൊബൈൽ കൊടുത്തു, എൻഡ് ഓഫ് ദ സ്റ്റോറി. അപ്പം അതുപോലെ തന്നെയാണ് നന്നായി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. ഒരു ദിവസം അദ്ദേഹം ഡെറിവേറ്റീവ്സ് പഠിച്ചു, അതോടെ ട്രേഡ് ചെയ്ത് ഇല്ലാതെ. ബിഗിനേഴ്സ് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. കാരണം വേറെ ഒന്നുമില്ല, കുറച്ച് പൈസ വെച്ചിട്ട് ഡെറിവേറ്റീവ്സിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കണേയും കാട്ടി കൂടുതൽ പോവുകയാണ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഹരിയിൽ ഒരു വിലയുണ്ട്, ആ വിലയിൽ നിന്ന് ഡെറൈവ് ചെയ്തിരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻറ്റിനാണ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ അകത്ത് ഞാൻ ഡീപ്പായിട്ട് കടക്കുന്നില്ല. പിന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ 10% മുകളിൽ ഒരു സിംഗിൾ ട്രേഡിൽ ഇടരുത്. ഉദാഹരണത്തിന് എൻ്റെ കയ്യിൽ 1,00,000 രൂപ ഉണ്ടെങ്കിൽ ഒരു ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം അതിൻ്റെ 10,000 രൂപ വെച്ചിട്ട് ട്രേഡ് ചെയ്യാം. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ ഫുൾ എമൗണ്ട് വെച്ചിട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ആ ട്രേഡ് ചിലപ്പോൾ ലോസ് ആവാൻ ചാൻസ് ഉണ്ട്. ലോസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇന്ന് നല്ല ക്യാപിറ്റൽ ലോസ് സംഭവിക്കും. സോ അങ്ങനത്തെ ഒരു സ്റ്റെപ്പ് അവോയ്ഡ് ചെയ്യുക. മാക്സിമം നമുക്ക് പറ്റാവുന്ന എമൗണ്ടിനാണ് നമുക്ക് ഒരു ട്രേഡിൽ റിസ്ക് എടുക്കാൻ ഇടാൻ പാടുള്ളൂ. പിന്നെ എപ്പോഴും സ്റ്റോപ്പ് ലോസ് ഇടാം. സ്റ്റോപ്പ് ലോസ് വെച്ചാൽ ട്രേഡ് ചെയ്യുന്നവർക്ക് നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല, ചിലപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് നടക്കും. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഓർഡർ ഇടാം. സ്റ്റോപ്പ് ലോസ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടം സംഭവിക്കുകയാണെങ്കിൽ നഷ്ടം ലിമിറ്റ് ചെയ്ത് പോകും, വലിയ നഷ്ടമൊന്നും വരില്ല. പിന്നെ ചെറിയ പ്രോഫിറ്റ് ആയിട്ട് എപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ആൾക്കാർ ഇപ്പം എൻ്റെ ക്ലയൻസിൻ്റെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ 10% കൂടുതൽ ലാഭമുള്ള ഷെയർ ഒന്നും ഇല്ല. കാരണം വേറെ ഒന്നുമല്ല, ആളുകൾ ഒരു 5% ലാഭം കിട്ടുമ്പോൾ അങ്ങോട്ട് സെല്ല് ചെയ്യും. എന്നാൽ നല്ല നഷ്ടമുള്ള ഷെയർ അതൊക്കെ എല്ലാവരുടെ പോർട്ട്ഫോളിയോയിലുണ്ട്. യെസ് ബാങ്കും DHFലൊക്കെ അങ്ങനത്തെ ഷെയറൊക്കെ കയ്യിലുണ്ട്. കാരണം ഈ ലോസ് വരുമ്പോൾ ആൾക്കാർക്ക് ഇത് സെല്ല് ചെയ്യാൻ പാടില്ല. അപ്പം എപ്പോഴും ചെറിയ പ്രോഫിറ്റ് എടുക്കുന്നതിന് പകരം വലിയ പ്രോഫിറ്റ് എടുക്കുക. ഓക്കെ, പിന്നെ
വില കുറഞ്ഞുകൊണ്ട് ഒരു ഷെയർ വാങ്ങിക്കാതിരിക്കുക. യെസ് ബാങ്ക് ആണ് എക്സാമ്പിൾ. കാരണം 700 രൂപയായിരുന്നു, അത് 500 രൂപയും 400 രൂപയും വില കുറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ആളുകൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. 300ആയി, 200ആയി, 100ആയി, 50ആയി, 10ആയി, 5ആയി. അപ്പോൾ വില കുറയാൻ ആ ഷെയറിനൊരു റീസൺ ഉണ്ട്. അത് ക്ലിയർ ആയിട്ട് അറിഞ്ഞെങ്കിൽ മാത്രം നമ്മൾ വാങ്ങിക്കുക, അല്ലെങ്കിൽ വാങ്ങിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ഒരു അഡ്വൈസ്, ആൾക്കാരുടെ അഡ്വൈസിങ് എടുത്തുകൊണ്ടിരിക്കുക. കാരണം അവർക്ക് നമ്മുടെ കാര്യത്തിൽ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. നമ്മൾ എത്ര സുഹൃത്താന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം അനലൈസ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പേർട്സ്, രജിസ്റ്റേർഡ് എക്സ്പേർട്സിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അഡ്വൈസ് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റോറി കഥകൾ. ഞാൻ പറഞ്ഞ പോലെ തന്നെ പണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ 2009 തൊട്ട് കുറേ കഥകളുണ്ട്. അന്ന് ഇതിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓരോ കഥകളൊക്കെ വായിക്കാനായിട്ട്. ആദ്യമായിട്ട് ശ്രീ അഷ്ടവിനായക് സിനിവിഷൻ, കുറേ പേര് കേട്ടിട്ടുണ്ടാവില്ല ഈ കമ്പനിയുടെ പേര്. പണ്ട് 2010-11 ആ കാലഘട്ടങ്ങളിൽ ട്രേഡ് ചെയ്തിരുന്ന ഒരു ഷെയറാണ്. 40 രൂപയൊക്കെ ഉള്ളപ്പോൾ ഞാനിത് വാച്ച് ചെയ്യുന്നു. ഇന്നും 10 രൂപ 15 രൂപയൊക്കെ കയറിയിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇത് പെട്ടെന്ന് ഈ കമ്പനിയുടെ പേര് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല, എന്നാൽ ഒരു സിനിമയുടെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. ജബ് വി മെറ്റ് എന്നുള്ള മൂവി പ്രൊഡ്യൂസ് ചെയ്ത കമ്പനിയാണ് ശ്രീ അഷ്ടവിനായക് സിനിവിഷൻ. അത് പ്രൊഡ്യൂസ് ചെയ്ത് കുറേ ലാഭം കിട്ടിയപ്പോൾ ഷെയറിൻ്റെ വില നന്നായി കൂടി. എന്നാൽ അതിൻ്റെ പ്രൊമോട്ടർ ഒരു ഫ്രോഡ് പരിപാടി കാണിച്ചു. അദ്ദേഹം ഈ ഷെയർ കൊടുക്കാനായിട്ട് വാങ്ങിച്ച പൈസ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ അദ്ദേഹം ആ പൈസ വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ വേറെ കമ്പനീസിലേക്ക് സൈഫൺ ചെയ്തു, അങ്ങോട്ടേക്ക് മാറ്റി. അത് കണ്ടുപിടിക്കുകയും ചെയ്തു. അത് വലിയ പ്രോബ്ലമായി. ഇപ്പോൾ ആ കമ്പനി ഇല്ല. 40 രൂപ ഉണ്ടായിരുന്ന ഷെയറാണ് കുറച്ച് മ്യൂച്വൽ ഫണ്ട് കമ്പനീസൊക്കെ ഹോൾഡ് ചെയ്തിരുന്നത്. എന്നാൽ ഇത് 5 രൂപയും 4 രൂപയും ഇപ്പോൾ ആ കമ്പനി ഇല്ല. അടുത്തതായിട്ട് ജുബിലൻ ഫുഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ 2010 ആ സമയമാണ്. 150 രൂപയ്ക്കാണ് ഷെയർ IPO കൊടുത്തിരുന്നത്. അന്ന് കണ്ടമാനം അനലിസ്റ്റുകളൊക്കെ ഈ കമ്പനി എവിടെ എത്തൂല, നെഗറ്റീവ് ആവും, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ വളരെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് ജുബിലൻ ഫുഡ് വർക്ക്സ് കാണിച്ചത്. ജുബിലൻ ഫുഡ് വർക്ക്സ് കേട്ടാൽ തന്നെ കുറേ പേർക്ക് മനസ്സിലാവില്ല. എന്നാൽ ഡോമിനോസ് പിസ്സ എന്ന് കേട്ടാൽ എല്ലാവർക്കും അറിയാം. ജുബിലൻ ഫുഡ് വർക്ക്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഡോമിനോസ് പിസ്സയുടെ ലൈസൻസ് ഉള്ള കമ്പനിയാണ് ജുബിലൻ ഫുഡ് വർക്ക്സ്. സോ ഡോമിനോസ് പിസ്സയുടെ ബിസിനസ് ഇസ് ഡൂയിങ് ഗുഡ്. അങ്ങനെ ജുബിലൻ ഫുഡ് വർക്ക്സ് 150 രൂപയ്ക്ക് കൊടുത്തിരുന്ന ഷെയർ ഏകദേശം 2000 രൂപയോളം ആയിട്ടുണ്ട്. ഇപ്പോൾ സ്പ്ലിറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം 200 സംതിങ് രൂപയാണ് ജുബിലൻ ഫുഡ് വർക്ക്സ്. അതേപോലെ തന്നെ ഇൻഫോസിസിൽ 94 ഒരു 10,000 റുപ്പീസ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു നേരത്തെ കഥയാണ്, ഒരു 2 to 3 years മുന്നേ ആണെങ്കിൽ അറൗണ്ട് ഒരു ക്രോറെങ്കിലും ആയിട്ടുണ്ട്. ഇൻഫോസിസ് ആദ്യമായിട്ട് നാരായണമൂർത്തിയും അദ്ദേഹത്തിൻ്റെ പാർട്ട്നേഴ്സൊക്കെ ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്തപ്പോൾ ആദ്യമായിട്ട് ഫുള്ളായിട്ട് ആളുകൾ ഷെയർ വാങ്ങിച്ചില്ല. എന്നാൽ കുറച്ച് നാൾക്ക് ശേഷം വീണ്ടും ഷെയർ ഫ്ലോട്ട് ചെയ്തപ്പോഴാണ് ആളുകൾ ആ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഉള്ളത് ഐഷർ മോട്ടോഴ്സ് കേൾക്കുമ്പോൾ ചിലവർക്ക് ആ ബ്രാൻഡ് പെട്ടെന്ന് പിടികിട്ടും. എന്നാൽ റോയൽ എൻഫീൽഡ് എന്ന് കേട്ടാൽ ആരും മറക്കൂല. റോയൽ എൻഫീൽഡ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനിയാണ് ഇന്ത്യയിലെ ഐഷർ മോട്ടോഴ്സ്. ഒരു ഷെയറിന് ഏകദേശം 17,000 റുപ്പീസോളം പ്രൈസ് ഉണ്ട്, 15,000 റുപ്പീസോളം പ്രൈസ് ഉണ്ട്. ടൈറ്റൻ ഇൻഡസ്ട്രീസ് വാച്ച് ഉണ്ടാക്കുന്നുണ്ട്, ഇപ്പോൾ പെർഫ്യൂംസ് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവർക്കൊരു ടേൺ അറൗണ്ട് വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ളൊരു ബ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴാണ്. ആ പ്രൊഡക്റ്റ് സെഗ്മെൻറ്റേഷൻ, അതായത് ആ യൂത്തിന് വേണ്ടി ടാർഗറ്റ് ചെയ്തിട്ട് ഫാസ്റ്റ് ട്രാക്ക് എന്നുള്ളൊരു ബ്രാൻഡ് ഇറക്കിയപ്പോൾ തന്നെ ഇവർക്കൊരു ടേൺ അറൗണ്ട് വന്നു, കണ്ടമാനം പ്രോഫിറ്റ്സ് കമ്പനിക്ക് വന്നു. സോ ടൈറ്റൻ ഇൻഡസ്ട്രീസും ഒരു ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു കമ്പനിയാണ്. ഇതൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോറീസ്. പിന്നെ എപ്പോഴും നല്ലൊരു ഇൻവെസ്റ്റർ ആവണമെങ്കിൽ എപ്പോഴും എത്തിക്കലായിട്ടുള്ള കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് നോക്കുക, അതിൻ്റെ പ്രൊമോട്ടർ നോക്കുക. ഫ്രോഡായിട്ടുള്ള കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തായാലും പൈസ പോയുള്ളൂ, ഒരു ഡൗട്ടും ഇല്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ എപ്പോഴും ഓവർ ട്രേഡ് ചെയ്യാതിരിക്കുക. ട്രേഡ് ചെയ്തോ കുഴപ്പമില്ല, പക്ഷെ ഏറ്റവും കൂടുതൽ എംഫസിസ് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. പിന്നെ വെൽ ഡിവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല. നമ്മുടെ കയ്യിൽ ഒരു 2 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ അതിൻ്റെ 1.5 ലക്ഷം രൂപ ഒരു ഷെയറിലും 50,000 രൂപ വേറെ ഷെയറിലൂടെ ആയിരിക്കും. എപ്പോഴും നമ്മുടെ ഷെയറിൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ ഡിവേഴ്സിഫൈഡ് ആയിരിക്കണം. നമ്മളൊരു മലയാളത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ മുട്ടയും കൂടി ഒരു ബോക്സിൽ വെക്കരുതെന്ന് പറയും, കാരണം ആ ബോക്സ് പൊട്ടിപ്പോയാൽ എല്ലാം പോകും. അപ്പോൾ അതേപോലെ തന്നെ ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പല കമ്പനീസിലുമായിട്ട് പല സെക്ടേഴ്സിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, റിസ്ക് കുറയും, അതേപോലെ തന്നെ പ്രോഫിറ്റ് കൂടുതൽ കിട്ടുകയും ചെയ്യും. പിന്നെ നല്ല കമ്പനി ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഷ്യൻസ് ഉണ്ടാവുക. പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ്
സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വെൽത്ത് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ കുറേ കഥകൾ കേൾക്കുമ്പോൾ ഈ ഓഹരി വാങ്ങിച്ച് മറന്ന ആളുകളാണ് കൂടുതൽ സമ്പന്നരായിരിക്കുന്നത്. 80-85 കാലഘട്ടങ്ങളിൽ ഷെയർ വാങ്ങിച്ച അലമാരിയിൽ കൂട്ടിവെച്ച് ഇപ്പോൾ പെട്ടെന്ന് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് അലമാരി തുറന്നു നോക്കുമ്പോൾ കാണുന്ന ആളുകളാണ് വെൽത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പേഷ്യൻസ് ഉണ്ടാവാം. ഷോർട്ട് ടേം ഗെയിൻസിന് വേണ്ടിയിട്ട് കിട്ടി ഇപ്പം ഇന്ന് 2000 രൂപ ഉണ്ടാക്കിയെന്ന് വിചാരിച്ചിട്ട് അത് അത്ര വലിയ കാര്യമല്ല. പക്ഷേ ആ 2000 രൂപ ഒരു ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് വലിയൊരു സമ്പത്തായിട്ട് മാറുമ്പോൾ അത് വലിയൊരു കാര്യമാണ്. സോ അത്രയേ ഉള്ളൂ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് പ്രസൻറ്റേഷൻ. യൂഷ്വലി ചാനലിൽ ഇങ്ങനത്തെ ബേസിക് കാര്യങ്ങളൊന്നും ഇടാറില്ല, എന്നാലും ദിസ് ഇസ് ജസ്റ്റ് ഫോർ ദ ബിഗിനേഴ്സ്. കുറച്ചുകൂടി എക്സൈറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾവേസ് ഫ്രീ ടു ആസ്ക്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒന്ന് എൻറ്റർ ചെയ്യണം, ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുന്നവർ ഒരു കാര്യം മനസ്സിലാക്കി, ഇതൊരു റോക്കറ്റ് സയൻസ് അല്ല, വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമാണ്. സോ അത് ഫ്രീ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതോ ഒരു ട്രേഡിംഗ് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ആ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്താൽ ഫ്രീ ആയിട്ട് ഡിമാറ്റ് ആൻഡ് ട്രേഡിംഗ് അക്കൗണ്ട് എടുക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാം. ഇപ്പോൾ എല്ലാവരും കൊറോണയും എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കണമായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് ഇതൊരു നല്ലൊരു പാഠമായിരിക്കട്ടെ. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.